Good morning all, welcome to the video tutorial. So today corrosion second part ആണ് mechanism of corrosion ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Two types of mechanisms are possible in case of corrosion. ഏതൊക്കെയാണ് two types mechanism എന്ന് പറയുന്നത്? First one dry or chemical corrosion, second one wet or electrochemical corrosion. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഈ സെക്കൻഡ് മെക്കാനിസം ആണ്. നമ്മുടെ സിലബസിൽ കൂടുതലും മെൻഷൻ ചെയ്യുന്നത് സെക്കൻഡ് ആയതുകൊണ്ട് ഇതാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഡ്രൈ ഓർ കെമിക്കൽ കൊറോഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മളൊരു സർഫസ് സ്റ്റഡി മാത്രമേ ഉള്ളൂ. എന്താ ഡ്രൈ ഓർ കെമിക്കൽ കൊറോഷൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, സപ്പോസ് ഐ ആം കൺസിഡറിങ് എ മെറ്റൽ, ഞാനൊരു മെറ്റൽ ഇവിടെ കൺസിഡർ ചെയ്യുകയാണ്, ഏതെങ്കിലും ഒരു മെറ്റൽ. അപ്പോൾ ഇങ്ങനൊരു മെറ്റൽ കൺസിഡർ ചെയ്യുമ്പോൾ ഇതൊരു സർഫസ് അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ എക്സ്പോസ് ചെയ്തിരിക്കുന്ന ഒരു മെറ്റലാണ്, നമുക്കറിയില്ല ഏതെങ്കിലും ഒരു മെറ്റൽ. അപ്പോൾ ഈ മെറ്റലിന് അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസ് വന്നിട്ട് അറ്റാക്ക് ചെയ്യും. ലൈക്ക് എന്തൊക്കെ ഗ്യാസസ് ഉണ്ട്? O2, SO2, H2S, ഇങ്ങനെ ഗ്യാസസ്, അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് വന്നിട്ട് മെറ്റൽ സർഫസിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് കൊറോഷൻ നടക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഡ്രൈ ഓർ കെമിക്കൽ കൊറോഷൻ എന്ന് പറയും. ഇപ്പോൾ ഇവിടെ ഒരു അക്വസീവ് എൻവയോൺമെൻറ്റ് ഒന്നുമില്ല, ഡയറക്റ്റ് ഗ്യാസിൻ്റെ അറ്റാക്കാണ് സർഫസിൽ. അങ്ങനെ ഇവിടെ കൊറോഷൻ ഏതെങ്കിലും ഒരു ഏരിയയിൽ നടക്കും. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ടാർണിഷിങ് ഓഫ് സിൽവർ ബൈ H2S ആണ്. സിൽവർ, നമ്മുടെ സിൽവറൊക്കെ ടാർണിഷ് ചെയ്യുന്നത് H2S എന്ന് പറയുന്ന ഗ്യാസിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. അപ്പോൾ അതൊരു എക്സാമ്പിളായിട്ട് ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്യാം. ടാർണിഷിങ് ഓഫ് സിൽവർ ബൈ H2S ഇതൊരു എക്സാമ്പിളാണ് ഡ്രൈ കൊറോഷന്. പിന്നെ നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 3 types ഓഫ് ഡ്രൈ കൊറോഷൻസ് പോസിബിൾ ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ കൊറോഷൻ ആണ്, ഓക്സിഡേഷൻ കൊറോഷൻ. സെക്കൻഡ് വൺ കൊറോഷൻ ബൈ ഹൈഡ്രജൻ, കൊറോഷൻ ബൈ ഹൈഡ്രജൻ ആൻഡ് ഫൈനൽ വൺ ലിക്വിഡ് മെറ്റൽ കൊറോഷൻ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇത് മെൻഷൻ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മളിവിടെ പറയുന്നില്ല, കാരണം നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇത്രയും ടൈപ്സ് ഉണ്ടെന്ന് മാത്രം ജസ്റ്റ് ഇവിടെ ഓർത്തിരിക്കുകയാണ്. ഓക്സിഡേഷൻ, ഹൈഡ്രജൻ കൊറോഷൻ, ലിക്വിഡ് മെറ്റൽ കൊറോഷൻ. അപ്പോൾ എന്താണ് ഡ്രൈ കൊറോഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ അറ്റാക്ക് ഓൺ മെറ്റൽ സർഫസ് ബൈ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ലൈക്ക് ഓക്സിജൻ, SO2 and H2S etc. An example is tarnishing of silver by H2S. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന കൊറോഷനാണ് വെറ്റ് കൊറോഷൻ ഓർ ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ. അപ്പോൾ ഞാൻ ഈ കൊറോഷനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ആവശ്യമുണ്ട്. നമ്മൾ ഇതാണ് സ്ട്രെസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ. സോ എപ്പോഴാണ് ഒരു വെറ്റ് കൊറോഷൻ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ആ പേര് പോലെ തന്നെ വെറ്റ് കൊറോഷൻ അല്ല, ഒരു ഹ്യൂമിഡിറ്റീൻ്റെ പ്രസൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ദാറ്റ് മീൻസ് ദീസ് ടൈപ്പ് ഓഫ് കൊറോഷൻസ് ആർ അറൈസസ് വെൻ എ മെറ്റൽ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് അക്വസ് കൊറോസീവ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഒരു മെറ്റലാണെന്ന് വിചാരിക്കുക, ഇതൊരു മെറ്റലാണ്. അപ്പോൾ ആ മെറ്റൽ ഒരു അക്വസ് എൻവയോൺമെൻറ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് വരുന്ന സിറ്റുവേഷനിലാണ് വെറ്റ് കൊറോഷൻ നടക്കുന്നത്. ഇപ്പോൾ ഇതൊരു അക്വസ് സൊല്യൂഷനാണ്. അപ്പോൾ 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ മെറ്റൽ കോണ്ടാക്ട് വിത്ത് അക്വസ് കണ്ടക്റ്റീവ് സൊല്യൂഷൻ, ഒരു കണ്ടക്റ്റിംഗ് സൊല്യൂഷനായിട്ട് കോണ്ടാക്റ്റ് ആവണം. അല്ലെങ്കിൽ 2 ഡിസിമിലർ മെറ്റൽസ്, 2 ഡിസിമിലർ മെറ്റൽസ് എടുത്തിട്ട് ദീസ് ആർ കം ഇൻ കോണ്ടാക്ട് ആൻഡ് വിച്ച് ഈസ് ഇമേഴ്സ്ഡ് ഇൻ എ സൊല്യൂഷൻ. അല്ലെങ്കിൽ അതൊന്നെങ്കിൽ ഒരു മെറ്റൽ ഒരു കണ്ടക്റ്റിംഗ് ലിക്വിഡിൽ ഡിപ്പ് ചെയ്തിരിക്കണം, ഒരു കണ്ടക്റ്റിംഗ് ലിക്വിഡിൽ, ഏതെങ്കിലും ഒരു കണ്ടക്റ്റിംഗ് ലിക്വിഡിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് അപ്പോൾ അവിടെ ആ മെറ്റലിന് കൊറോഷൻ നടക്കും. പിന്നെയുള്ളൊരു ചാൻസ് എന്ന് പറയുന്നത് 2 ഡിസിമിലർ ആയിട്ടുള്ള മെറ്റൽ M1 ആൻഡ് M2 ഓർ Fe ഓർ കോപ്പർ, അങ്ങനെ ഏതെങ്കിലും 2 മെറ്റൽ എടുക്കുക. അത് എന്താണ് കോണ്ടാക്റ്റിൽ വരും ആൻഡ് അവിടെ ഒരു കണ്ടക്റ്റീവ് ലിക്വിഡ് ഇവിടെയും ഉണ്ടാവും. അതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഉണ്ടാവുക ഈ സൊല്യൂഷനിൽ. ഇപ്പോൾ എന്ത് ലിക്വിഡ് ആവാം, ഒരു അക്വസ് എൻവയോൺമെൻറ്റ് എന്നാണ് പ്രൊജക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്. അതാണ് സെക്കൻഡ് ഒരു ഇങ്ങനൊരു കൊറോഷൻ ഉണ്ടാവാനുള്ള സിറ്റുവേഷൻ. ഇനി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ
ഈ ഒരു സെല്ല് അല്ലെങ്കിൽ ഈ ഒരു മെറ്റലും അല്ലെങ്കിൽ സൊല്യൂഷനും ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് അവിടെ ഇലക്ട്രോ കെമിക്കൽ സെൽ ഫോം ചെയ്യും, അല്ലെങ്കിൽ ഗാൽവാനിക് സെല്ല് ഫോം ചെയ്യും. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെല്ല് എന്ന് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഒരു ആനോഡ് ഉണ്ടാവും, കാഥോഡ് ഉണ്ടാവും, ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും, ഓക്സിഡേഷൻ നടക്കും, റിഡക്ഷൻ നടക്കും, ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെയും ആ സെയിം പ്രൊസീജിയറാണ് നടക്കുന്നത്. ഈ രണ്ട് മെറ്റലാണെങ്കിൽ ഒരു മെറ്റൽ ആനോഡായിട്ടും ഒരു മെറ്റൽ കാഥോഡായിട്ട് ആക്ട് ചെയ്യും, ഓക്സിഡേഷൻ നടക്കും, റിഡക്ഷൻ നടക്കും. ഇനി ഇവിടെ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് പറയുന്ന കാര്യം എന്താണ്? ഓക്സിഡേഷൻ ആണ് നമ്മൾ കൊറോഷനായിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് അല്ലേ? ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ലൂസ് ഓഫ് ഇലക്ട്രോൺസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ലോസ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അത് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് കൊറോഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അപ്പോൾ ഒരു മെറ്റലിന് ഓക്സിഡേഷൻ നടന്നിട്ട് കൊറോഷൻ സംഭവിക്കുകയും ചെയ്യും, ഒരു മെറ്റലിന് പ്രത്യേകിച്ച് റിയാക്ഷൻ നടക്കില്ല. അത് പ്രൊട്ടക്റ്റ് ചെയ്തു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാഥോഡായിട്ട് ആക്ട് ചെയ്യുമ്പോൾ. ഇനി കൊറോഷൻ നടന്നു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഉണ്ടാകുമല്ലോ, കൊറോഷൻ പ്രൊഡക്റ്റ്. അതെവിടെയാണ് ഫോം ചെയ്യുന്നത്? സർഫസിൽ തന്നെയാണ് ഫോം ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ ആനോഡ് ആൻഡ് കാഥോഡിലായിരിക്കും അത് ഫോം ചെയ്യുക. അപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു മെറ്റലേ ഉള്ളൂ. അപ്പോൾ ഈ മെറ്റലിൽ എങ്ങനെയാണ് കൊറോഷൻ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിംഗിൾ മെറ്റൽ ഒരു കണ്ടക്ട് ലിക്വിഡായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ ഈ സെയിം മെറ്റൽ തന്നെ മെറ്റലിൻ്റെ കുറച്ച് പോർഷൻ ആനോഡായിട്ടും കുറച്ച് പോർഷൻ കാഥോഡായിട്ടും ആക്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെയും ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊറോഷൻ സംഭവിക്കും. അതായത് ഒറ്റയടിക്ക് നമുക്കൊരു ഇപ്പോൾ ഒരു അയേണിൻ്റെ ആണെങ്കിലും എന്തെങ്കിലും ഒരു അയൺ റോഡോ എന്തെങ്കിലും നമ്മൾ എക്സ്പോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഫുൾ ഭാഗവും അതിൻ്റെ തുരുമ്പിച്ച് നശിച്ചു പോകില്ല അല്ല, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും ഈ തുരുമ്പിക്കുന്ന പ്രോസസ്സ്, കൊറോഷൻ പ്രോസസ്സ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ രണ്ട് കണ്ടീഷനിലും കൊറോഷൻ നടക്കും എന്നാണ് നമ്മൾ വെറ്റ് കൊറോഷനിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഗാൽവാനിക് സെല്ല് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോം. ഗാൽവാനിക് സെൽ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ റിയാക്ഷൻസ് ഓൾറെഡി അറിയാം. ആനോഡിൽ ഓക്സിഡേഷൻ, കാഥോഡിൽ റിഡക്ഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഇനി ഇവിടെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു കേസിൽ ഇപ്പോൾ ഒരു ആണി എടുത്തു കഴിഞ്ഞാൽ, ഒരു ആണി ഇതിങ്ങനെ എക്സ്പോസ് ചെയ്ത് പുറത്തിങ്ങനെ അറ്റ്മോസ്ഫിയറായിട്ട് കോൺടാക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഏതാണ് ഇവിടെ ഇലക്ട്രോലൈറ്റായിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതാണ് സൊല്യൂഷനായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലുള്ള ഹ്യൂമിഡിറ്റിയും ഒരു ഇലക്ട്രോലൈറ്റായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടക്റ്റിംഗ് ലിക്വിഡ് എന്ന് നമ്മൾ എടുത്ത് പറയുന്നത് നമ്മൾ ലാബിൽ ഇത് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കണമല്ലോ, ഒരു സെല്ല് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കണ്ടക്റ്റിംഗ് ലിക്വിഡ് എന്ന് പറയാം. അല്ലാതെ നാച്ചുറലി നടക്കുന്ന സമയത്ത് ഹ്യൂമിഡിറ്റിയാണ് അവിടെ ഇലക്ട്രോലൈറ്റായിട്ട് ആക്ട് ചെയ്തിട്ട് ഈ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ ഇവിടെ കൊറോഷൻ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത് സർഫസിലാണ് ബിറ്റ്വീൻ മെറ്റൽ ആനോഡ് ആൻഡ് കാഥോഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യമാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? വെറ്റ് കൊറോഷനാണ് നമ്മളിനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് കൊറോഷൻ ഓഫ് അയേൺ വെച്ചിട്ടാണ്. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എക്സാമ്പിൾ. കാരണം ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു കൊറോഷനാണ് അയേണിൻ്റെ കൊറോഷൻ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കൊറോഷൻ ഓഫ് അയേൺ വെച്ചിട്ടാണ് നമ്മൾ മെക്കാനിസത്തിൻ്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ട് രീതിയിലാണ് ഈ അയേണിന് കൊറോഷൻ നടക്കുക ഡിപ്പെൻഡിങ് ഓൺ ദ നാച്ചർ ഓഫ് ദ എൻവയോൺമെൻറ്റ്. അതായത് നാച്ചുറിനെ ബേസ് ചെയ്തിട്ട് രണ്ട് രീതിയിൽ കൊറോഷൻ നടക്കുമെന്ന് നമ്മൾ മെക്കാനിസത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്ന് അസിഡിക് എൻവയോൺമെൻ്റ് ആണ്. ഒന്ന് നമ്മൾ പറയുന്നത് അസിഡിക് എൻവയോൺമെൻറ്റിൽ കൊറോഷൻ നടക്കുകയാണ്. ഒന്ന് നമ്മൾ പറയുന്നത് ന്യൂട്രൽ എൻവയോൺമെൻറ്റ് ഓർ ആൽക്കലൈൻ എൻവയോൺമെൻറ്റ്. ഇപ്പോൾ രണ്ട് എൻവയോൺമെൻറ്റിലും നമ്മൾ മെക്കാനിസം പഠിക്കാനുണ്ട് നമുക്ക്, എങ്ങനെയാണ് കൊറോഷൻ നടക്കുന്നത്. അതായത് ഓരോ എൻവയോൺമെൻറ്റ് മാറുന്തോറും അത് കൊറോഷൻ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ, കൊറോഷൻ്റെ പ്രൊഡക്റ്റിന് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ പഠിക്കാം. സോ നമ്മൾ മെക്കാനിസം ഓഫ് കൊറോഷനാണ് പഠിക്കാൻ പോകുന്നത്, വെറ്റ് കൊറോഷൻ്റെ മെക്കാനിസം അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ്റെ മെക്കാനിസം. ഫസ്റ്റ് വൺ, അസിഡിക് എൻവയോൺമെൻറ്റിലുള്ള മെക്കാനിസം. അസിഡിക് എൻവയോൺമെൻറ്റിൽ ഇവല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഉണ്ടാവുന്നുണ്ടെന്ന് ഓർക്കുക. ദാറ്റ് മീൻസ് അസിഡിക് എൻവയോൺമെൻറ്റ് ബൈ ഇവല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ H2 ഗ്യാസ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. എപ്പോഴാണ് ഉണ്ടാവുന്നത്? അസിഡിക് എൻവയോൺമെൻറ്റിൽ. സോ ഞാനിപ്പോൾ ഇവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റിൽ രണ്ട് അയേണിൻ്റെ പൈപ്പാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ കോപ്പർ കൊണ്ടൊരു സീൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൂടെ ലിക്വിഡ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ അയേണ് ആനോഡായിട്ട് ആക്ട് ചെയ്യും ആൻഡ് കോപ്പർ കാഥോഡായിട്ട് ആക്ട് ചെയ്യും. പാസ് ചെയ്യുന്ന ലിക്വിഡ് എന്താണ്? ഇലക്ട്രോലൈറ്റായിട്ട് ആക്ട് ചെയ്യും.
അപ്പോൾ ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ഇലക്ട്രോ കെമിക്കൽ സീരീസ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ ഒരു റിയാക്ഷനാണ് ഇതെന്ന് നമുക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി ഈ അയേണും കോപ്പറൊക്കെ വരുമ്പോൾ നമുക്ക് ആനോഡ് ഏതാ കാഥോഡ് ഏതാണെന്ന് എങ്ങനെ മനസ്സിലാവും? നമുക്കതറിയാം. എവിടെ നിന്നറിയാം? നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസ് തന്നെ അറിയാം. Fe കഴിഞ്ഞിട്ടാണ് കോപ്പർ വരുന്നത്. അതേപോലെ ഗാൽവാനിക് സീരീസ് എടുത്താലും Fe ആണ് ആദ്യം വരുന്നത്, പിന്നെയാണ് കോപ്പർ വരുന്നത്. അതായത് മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് Fe ആണ്. അപ്പോൾ ഇവിടെ Feക്കാണ് ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുക, കോപ്പറിന് കാഥോഡിൽ റിഡക്ഷൻ നടക്കും. അത് പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ കോപ്പറിൻ്റെ കാര്യം നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോർമലി ഉള്ള ഇലക്ട്രോ കെമിക്കൽ സീരീസ് പോലെയുള്ള റിയാക്ഷൻസ് അല്ല, അവിടെ ചെറിയ വാരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും 3 കാര്യങ്ങൾ കിട്ടി അല്ലേ? ഇതൊരു ഇലക്ട്രോ കെമിക്കൽ സെല്ലാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ? ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്, ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഇനി ഞാനിതൊരു ഫിഗറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഇതിന് നമുക്ക് ഒരു ഡയഗ്രാം പോലെ പഠിക്കണമല്ലോ. അതുകൊണ്ട് ഞാനിത് ഫിഗറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഒരു വലിയ അയേണിൻ്റെ ടാങ്ക് അതായത് ആനോഡിൻ്റെ ഏരിയയാണ് ഈ വലിയ ടാങ്കായിട്ട് ഞാൻ വരച്ചിട്ടുള്ളത്. കാഥോഡ് എന്ന് പറഞ്ഞതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ചെറിയ ഭാഗമായതുകൊണ്ട് തന്നെ സ്മോൾ കാഥോഡിക് ഏരിയ, ഇതാണ് കാഥോഡ്. അപ്പോൾ ഇതാണ് ആനോഡ്, അയേണ് ആനോഡ്, ഇതാണ് കാഥോഡ്. അപ്പോൾ ഇവിടെ കോപ്പറിനൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, കാരണം കോപ്പറിൻ്റെ റിയാക്ഷനെ നമ്മളിവിടെ പഠിക്കുന്നില്ല. കോപ്പറിൻ്റെ റിയാക്ഷൻ പഠിക്കാത്ത എന്തുകൊണ്ടാണ്? കോപ്പർ ഇവിടെ പ്രൊട്ടക്റ്റഡ് ആണ് അല്ലേ? കോപ്പറിന് ഒരു റിയാക്ഷൻ നടക്കുന്നില്ല. ആൻഡ് ഇവിടെ ഫില്ല് ചെയ്തിട്ടുള്ള ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് അസിഡിക് വാട്ടറാണ്. HCl കമ്പൈൻ ചെയ്തിട്ടുള്ള വാട്ടർ അസിഡിക് വാട്ടറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയാലോ? ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്, ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഇതാണ് ഇലക്ട്രോലൈറ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ ബേസിക്കായിട്ട് നമുക്കറിയുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ റിയാക്ഷൻ മാത്രം നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിവിടെ ആനോഡ് എന്നിവിടെ എഴുതുകയാണ് ഫിഗറിൽ. ആനോഡ്, ഇതൊക്കെ ആനോഡാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്കറിയാം അല്ല, ഈ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അസിഡിക് വാട്ടർ ആയതുകൊണ്ട് തന്നെ H+Cl- ആണ് അസിഡിക് വാട്ടർ എന്ന് പറയുന്നത്. സോ ഈ H+ ഈ സൊല്യൂഷനിൽ ഉണ്ടാവില്ലേ? അസിഡിക് വാട്ടർ ആണെങ്കിൽ H+ൻ്റെ പ്രസൻസ് നമുക്കിവിടെ കാണിക്കാമല്ലോ. ഇതിൽ H+ ഉണ്ടാവും അല്ലേ? H+ൻ്റെ പ്രസൻസ് ഈ വാട്ടറിൽ ഉണ്ട്. ഇനി അടുത്തത്, ഇനി നമുക്ക് ഓരോ റിയാക്ഷനായിട്ട് പതിയെ നോക്കാം എങ്ങനെയാണത് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മെറ്റൽസ് റിയാക്ട് ഇൻ ദ അസിഡിക് എൻവയോൺമെൻറ്റ് അല്ലേ? മെറ്റൽ അസിഡിക് എൻവയോൺമെൻറ്റുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നു ആൻഡ് ആർ ഡിസോൾഡ് ടു റിലീസ് H2 ഗ്യാസ്. അപ്പോൾ മെറ്റൽ അസിഡിക് എൻവയോൺമെൻറ്റായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതിൽ ഡിസോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ കൊറോഷൻ നടക്കുക, ഓക്സിഡേഷൻ നടന്നിട്ട് അവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് H2 റിലീസ് ചെയ്യും എന്നാണ് പറയുന്നത്. ആൻഡ് all metals above hydrogen in electrochemical series shows this type of corrosion. അപ്പോൾ ഇലക്ട്രോകെമിക്കൽ സീരീസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ ഹൈഡ്രജൻ്റെ മുകളിൽ വരുന്ന എല്ലാ എലമെൻറ്റുകളും ഇങ്ങനെയുള്ള കൊറോഷൻ മെക്കാനിസമാണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് അതൊക്കെ ഈ ഒരു HCl അസിഡിക് വാട്ടറിൽ ഡിസോൾവ് ആവും എന്നാണ് പറയുന്നത്. നമ്മൾ ആപ്ലിക്കേഷനിൽ പഠിച്ചിട്ടുണ്ടാവും ഇലക്ട്രോകെമിക്കൽ സീരീസിൻ്റെ. ആൻഡ് ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ മെൻഷൻ ചെയ്യുന്നു. ഹിയർ ആനോഡിക് ഏരിയ ഈസ് ലാർജ് അല്ലേ? ആനോഡിക് ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും ഉണ്ട് കമ്പയർഡ് ടു കാഥോഡിക് ഏരിയ. കാഥോഡിക് ഏരിയ എന്താണ്? സ്മോൾ ആണ്. അത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇനി നമുക്ക് ഡയറക്റ്റ് റിയാക്ഷനിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യം ഇവിടെ മെൻഷൻ ചെയ്തു? മെറ്റൽസ് റിയാക്ട് ഇൻ ദ അസിഡിക് എൻവയോൺമെൻറ്റ് ആൻഡ് ആർ ഡിസോൾവ് ടു റിലീസ് H2 ഗ്യാസ്. അതിനുള്ള സാധ്യതയാണ് ഉള്ളത്. ആൻഡ് നമുക്കൊരു കാര്യം കൂടി പറയാം, ഓൾ മെറ്റൽസ് എബോവ് ഹൈഡ്രജൻ ഇൻ ഇലക്ട്രോകെമിക്കൽ സീരീസ് ഷോസ് ദിസ് ടൈപ്പ് ഓഫ് കൊറോഷൻ ആൻഡ് ആനോഡിക് ഏരിയ ഈസ് ലാർജ് കമ്പയർഡ് ടു കാഥോഡിക് ഏരിയ. അപ്പോൾ അത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. ഇനി നമുക്ക് ഡയറക്റ്റ് റിയാക്ഷനിലോട്ട് പോകാം. റിയാക്ഷൻ മാത്രമേ ഇതിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ ആനോഡിൽ നടക്കേണ്ട റിയാക്ഷൻ എന്താണ്? ഓക്സിഡേഷനാണ്. ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടി ഈ ഐഡിയ? നമ്മൾ ഇലക്ട്രോകെമിക്കൽ സീരീസ് അല്ല ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ നമുക്ക് ഈ ഐഡിയ കിട്ടി. ഇനി ഓക്സിഡേഷൻ്റെ റിയാക്ഷൻസ് നിങ്ങൾ കണ്ടുപിടിച്ച് എന്താണ് ഓക്സിഡേഷൻ്റെ റിയാക്ഷൻ വരിക? Fe ആണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഓക്സിഡേഷൻ്റെ റിയാക്ഷൻ Fe gives Fe2+ 2 ഇലക്ട്രോൺ. ഇത് നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ, സിമ്പിൾ അല്ലേ? ഇത് നമുക്ക് പഠിക്കാൻ പറ്റും. ഇനി അടുത്തത് കാഥോഡിൽ എന്ത് റിയാക്ഷനാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് റിഡക്ഷൻ റിയാക്ഷൻ തന്നെയാണ്. സോ റിഡക്ഷൻ്റെ ഇക്വേഷൻസ് ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, കോപ്പറിൻ്റെ കാര്യമല്ല നമ്മളിവിടെ പറയേണ്ടത്. കാരണം ഇത് കൊറോഷൻ ആയതുകൊണ്ട് കോപ്പർ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. കോപ്പറിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ പിന്നെ റിയാക്ട് ചെയ്യുന്നത് ഈ അസിഡിക് വാട്ടറാണ്, H+ ആണ്. സോ അതാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടത്. The hydrogen ions are formed due to the acidic environment and following reaction occur.
അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്, ഇവിടെ Fe gives Fe2+ 2 ഇലക്ട്രോൺ അല്ലേ. ആ റിയാക്ഷൻ നടക്കുമ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ Fe2+ ഈ സൊല്യൂഷനിലോട്ടേക്ക് പോവും. അപ്പോൾ ഈ സൊല്യൂഷൻ്റെ അകത്ത് എന്ത് വരുന്നു, Fe2+ വരും. ആൻഡ് ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്. ഈ ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഇലക്ട്രോണ് എഗെയിൻ ഈ ഒരു കാഥോഡിക് ഭാഗത്തേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യും. ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യും, കാഥോഡിനെ അപ്രോച്ച് ചെയ്യും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാഥോഡിൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സർഫസിൽ നടക്കുന്ന റിയാക്ഷൻ അല്ലേ, കാഥോഡിൻ്റെ ഈ സർഫസിൽ നടക്കുന്ന റിയാക്ഷനാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ നമ്മൾ സർഫസിൽ നടക്കുന്ന റിയാക്ഷൻ പറയുമ്പോൾ ഇവിടെ ബാക്കിയുള്ള ആൾക്കാരാണ് റിയാക്ട് ചെയ്യുന്നത്. കോപ്പറിൻ്റെ റിയാക്ഷൻ ഇവിടെ പറയേണ്ട, കാരണം കോപ്പർ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്താണുള്ളത്. അത് ഡീക്കേ ചെയ്ത് പോവോ, അതിന് ഡിസ്ട്രക്ഷൻ ഒന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ കാഥോഡിൻ്റെ റിയാക്ഷൻ എഴുതുമ്പോൾ ഇവിടെയുള്ള H+ ഈ വരുന്ന ഇലക്ട്രോണും കമ്പൈൻ ചെയ്യും അല്ലേ. അപ്പോൾ 2H+ + 2 ഇലക്ട്രോൺ gives H2. കണ്ടോ, H2 ഗ്യാസ് ഉണ്ടായി, ബബിൾസ് അല്ലെങ്കിൽ H2 ബബിൾസ് അവിടെ ഉണ്ടാവും, ബബിൾസ് ഓർ ഗ്യാസസ് ഫോം ചെയ്യും, അതിങ്ങനെ മുകളിലോട്ടേക്ക് പോകും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓവറോൾ റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഓവറോൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, Fe + 2H+ gives Fe2+ + H2. ഇതാണ് ഓവറോൾ ഈ സെല്ലിൻ്റെ റിയാക്ഷൻ വരുന്നത്. അപ്പോൾ നോക്കി എന്ത് സിമ്പിളാണ് നമുക്ക് പഠിക്കാൻ. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടോ, ഇല്ല, എല്ലാം സിമ്പിളാണ്. ഓക്സിഡേഷൻ, റിഡക്ഷൻ. ഇപ്പം നമുക്കിവിടെ കൺഫ്യൂഷൻ വരുന്നത് ഈ റിഡക്ഷൻ ഏരിയയാണ്. നമ്മൾ നേരെ ചെന്ന് കോപ്പറിൻ്റെ റിയാക്ഷൻ എഴുതി കൊടുക്കും. അങ്ങനെ എഴുതി കൊടുക്കാൻ പാടില്ല. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് കോപ്പർ എന്ന് പറയുന്നത് ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു എലമെൻറ്റിൻ്റെ റിയാക്ഷൻ നമ്മൾ മെൻഷൻ ചെയ്യേണ്ട. പകരം ഇവിടെ കിടക്കുന്ന ഈ സൊല്യൂഷനിൽ കിടക്കുന്ന H+ ആണ്. കാരണം നമുക്കറിയാം എപ്പോഴും സർഫസിലാണ് ഇത് നടക്കുന്നത്. സോ ഈ കാഥോഡിൻ്റെ ചുറ്റും ഇവിടെ വരാൻ സാധ്യതയുള്ളത് ആരൊക്കെയാണ്, Fe ഉണ്ടാവാം, H+ ഉണ്ടാവാം, ഇലക്ട്രോൺ ഉണ്ടാവാം ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു റിയാക്ഷൻ കിട്ടുന്നത്. ആൻഡ് നമ്മുടെ പർപ്പസ് തന്നെ H2 ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ്. അപ്പോൾ H2 ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ആസിഡ് വരുമ്പോൾ H2 ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സിമ്പിൾ റിയാക്ഷൻ ആണെന്ന് ഓർക്കുക. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് വെറ്റ് കൊറോഷൻ്റെ നെക്സ്റ്റ് മെക്കാനിസം ആണ് ന്യൂട്രൽ ഓർ ആൽക്കലൈൻ എൻവയോൺമെൻറ്റ്. ആൻഡ് ഹിയർ ബൈ അബ്സോർപ്ഷൻ ഓഫ് ഓക്സിജൻ അല്ല. അപ്പോൾ ഇവിടെ എന്താ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ ഓഫ് ഓക്സിജൻ കൊണ്ടാണ് ഈ റിയാക്ഷന് ഇങ്ങനെ ലീഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ആസിഡിൽ ഹൈഡ്രജൻ ഇവോൾവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഓക്സിജൻ അബ്സോർബ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു റിയാക്ഷൻ നടന്നു പോകുന്നത്. സോ അതിനുവേണ്ടി ഇപ്പോൾ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഇതൊരു മെറ്റൽ, സ്റ്റീൽ പ്ലേറ്റ്, എന്തെങ്കിലും ഒരു മെറ്റലിൻ്റെ ഏതെങ്കിലും ഒരു റോഡോ ഇങ്ങനെ എന്താണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കറിയുന്നൊരു കാര്യമാണ്, ഇപ്പോൾ മെറ്റലിൻ്റെ ചുറ്റും ഒരു ഓക്സൈഡ് ഫിലിംസ് എപ്പോഴും ഉണ്ടാവും. എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ കോഴ്സസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു പ്യുവർ മെറ്റലിന് എപ്പോഴും അതിൻ്റെ ഓക്സൈഡ് ഫോമിലോ കമ്പൈൻഡ് സ്റ്റേറ്റിലോ എക്സിസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കൂടുതലും. അപ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനൊക്കെ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഓക്സൈഡ് ഫിലിംസ് എപ്പോഴും ഒരു മെറ്റലിൻ്റെ ചുറ്റും ഉണ്ടാവും. അപ്പോൾ ഈ ഓക്സൈഡ് ഫിലിംസ് എന്ന് പറഞ്ഞാൽ ഹൈലി പോറസ് ആണ്. അപ്പോൾ ഈ പോറസ് ആയിട്ടുള്ള ഓക്സൈഡ് ഫിലിംസിൽ കുറച്ചൊരു കാലം കഴിയും തോറും അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിനെ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുക, ഏതെങ്കിലും ഒരു നാച്ചുറൽ ഫോഴ്സ് കൊണ്ട് തന്നെ കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ക്രാക്ക് വീഴും. മെറ്റലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു ക്രാക്ക് വീഴും. അപ്പോൾ ആ ക്രാക്ക് വീണിട്ട് അതിങ്ങനെ ഡീപ്പറായിട്ട് പോവും. അങ്ങനെ ഡീപ്പറായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സമയത്ത് അതെന്ത് ചെയ്യണം, ആ കൊറോഷൻ നടക്കാനുള്ള ഒരു പോസിബിലിറ്റിയിൽ ഈ ഒരു ഭാഗം, ഈ ക്രാക്ക് വീണ ഡീപ്പായിട്ടുള്ള ഈ ഒരു കർവ് പോലത്തെ ഭാഗം ആനോഡായിട്ട് അങ്ങ് ആക്ട് ചെയ്യും. കാരണം അതൊരു ഡയറക്റ്റായിട്ട് ക്രാക്ക് വീണൊരു ഭാഗമാണ്. അപ്പോൾ അത് ആനോഡായിട്ട് ആക്ട് ചെയ്യും. അതായത് ഓക്സിഡേഷൻ അല്ലെങ്കിൽ കൊറോഷൻ നടന്നിട്ടുള്ളൊരു ഭാഗമായതുകൊണ്ട് തന്നെ അതൊരു ആനോഡായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇനി ഈ ഓക്സൈഡ് ഫിലിംസ് ബാക്കിയുള്ള ആ കവർ ചെയ്തിട്ടുള്ള ആ മെറ്റലിൻ്റെ ഭാഗം അത് കാഥോഡായിട്ടും ആക്ട് ചെയ്യും. കാരണം അവിടെ ഡീപ്പറായിട്ടുള്ള ഇങ്ങനെയുള്ള ക്രാക്കൊന്നും വീണിട്ടില്ല. അപ്പോൾ അത് എന്തായിട്ട് ആക്ട് ചെയ്യും, കാഥോഡായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ആദ്യം പറഞ്ഞൊരു കേസാണ്. ഒരു മെറ്റലിൽ തന്നെയാണ് ആനോഡും കാഥോഡും ഉണ്ടാവുന്നത് അല്ലേ, ഡിസിമിലർ മെറ്റലല്ല. അപ്പോൾ ഇവിടെ വാട്ടറിൻ്റെ പ്രസൻസ് കാണിച്ചിട്ടുണ്ട്, ഞാൻ ഹ്യൂമിഡിറ്റി ഡ്രോപ്പ് ഓഫ് വാട്ടർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആനോഡ് എന്ന് പറയുന്നത് ബൈ ക്രാക്ക് കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതൊരു സ്മോൾ ഏരിയ ആണ്. നമുക്കത് ചെറിയൊരു ക്രാക്ക് വേണ്ടിയിട്ട് അത് ഡീപ്പറായിട്ട് പോകുമ്പോൾ അത് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നു. കാഥോഡ് ലാർജായിട്ട് ഏരിയ ആണ്, അതായത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിട്ടുള്ള ഓക്സൈഡ് ഫിലിംസ് കവർ ചെയ്തിട്ടുള്ള ആ മെറ്റലിൻ്റെ ഭാഗമാണ് കാഥോഡ്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് കിട്ടി.
അപ്പോൾ ഇങ്ങനെയുള്ള കൊറോഷൻ നടക്കുന്നത് ന്യൂട്രൽ മീഡിയം അല്ലെങ്കിൽ ബേസിക് മീഡിയത്തിൻ്റെ പ്രസൻസിലാണ്. ആൻഡ് ഓക്സിജൻ്റെ പ്രസൻസ് അവിടെ നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ എവിടെ നിന്നാണ് ഈ ഓക്സിജൻ കിട്ടുന്നത്? അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓക്സിജൻ കിട്ടുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ നമ്മൾ പറയുന്നത് വാട്ടറിൽ തന്നെ നമുക്കറിയാം ഡിസോൾഡ് ഓക്സിജൻ ഉണ്ടാവും. ഈ ഡിസോൾഡ് ഓക്സിജൻ ആണ് ആക്ച്വലി കൂടുതൽ ഫർദറായിട്ട് കൊറോഷൻ്റെ റീസണായിട്ട് ഇവിടെ മാറുന്നത്, ഡിസോൾഡ് ഓക്സിജൻ്റെ പ്രസൻസ്. ബിക്കോസ് വാട്ടർ ഹ്യൂമിഡിറ്റിയും ആയിട്ടുള്ള കോണ്ടാക്റ്റ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദ ഓക്സൈഡ് ഓഫ് അയേൺ കവേഴ്സ് ദ സർഫസ് ഓഫ് ദ അയേൺ അല്ലേ. അതായത് ഓക്സൈഡ് ഓഫ് അയേൺ ഇങ്ങനെയുള്ളൊരു ഓക്സൈഡ് ഇതിൻ്റെ സർഫസ് കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ സ്മോൾ സ്ക്രാച്ച് ഓൺ ദ സർഫസ് ക്രിയേറ്റ് സ്മോൾ ആനോഡിക് ഏരിയ ആൻഡ് റെസ്റ്റ് ഓഫ് ദ സർഫസ് ആക്ട് ആസ് കാഥോഡിക് ഏരിയ. അപ്പോൾ ഈ ഒരു ഓക്സൈഡ് ഫിലിംസിൽ ക്രാക്ക് വീഴുമ്പോഴാണ് അവിടെ ആനോഡായിട്ട് ഉള്ള ഒരു ഭാഗം ഫോം ചെയ്യുന്നത്. ആൻഡ് ഓക്സൈഡ് ഫിലിംസ് ആർ പോറസ്, സോ ദർ ഇസ് എ ചാൻസ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് ക്രാക്ക്. അപ്പോൾ ക്രാക്കിനുള്ള ഫോർമേഷൻ ഉണ്ടാവാനുള്ള റീസൺ ഓക്സൈഡ് ഫിലിംസ് തന്നെയാണ്, കാരണം അത് പോറസ് ആയിട്ടുള്ള ഫിലിംസ് ആയിരിക്കും. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ഫിഗർ റെപ്രസെൻറ്റേഷൻ മനസ്സിലായല്ലോ. അപ്പോൾ ഇതിങ്ങനെ പഠിക്കുമ്പോൾ നമുക്കൊരു എന്താണ് സംശയം വരും, ഇതെങ്ങനെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു മെറ്റലിൻ്റെ ഒരു സോഡ കുപ്പിയുടെ ലിഡിനെ പറ്റി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഭാഗത്തിൽ ഇതിപ്പോൾ നിങ്ങളൊരു എന്തെങ്കിലും ഒരു മെറ്റലിൻ്റെ ഒരു പാർട്ടായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെ അറ്റ്മോസ്ഫിയറായിട്ട് എക്സ്പോസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ അപ്പോൾ ഇവിടെ ഒരു ഓക്സൈഡ് ഫിലിംസ് ഫോം ചെയ്തിട്ടുണ്ടാവും. ഓക്സൈഡ് ഫിലിംസ് നമുക്ക് കാണാൻ പറ്റില്ല, ഓക്സൈഡ് ഫിലിംസ് ഫോം ചെയ്യും. അപ്പോൾ ഓക്സൈഡ് ഫിലിംസ് ഫോം ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിയേ, ഈ ഒരു ഭാഗത്ത് ഞാൻ മാർക്ക് ചെയ്ത് ഈ ഒരു ഭാഗത്ത് ഒരു ഓക്സൈഡ് ഫിലിംസ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കിയത് ഇതിൻ്റെ ഉൾഭാഗത്ത് ഇവിടെയും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ. പക്ഷേ ഇതിൻ്റെ എഡ്ജിലൊക്കെ നോക്കിയേ, ആ ഓക്സൈഡ് ഫിലിംസ് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ തുരുമ്പിച്ചതായിട്ട് കാണാൻ പറ്റും. അത് തന്നെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അകത്ത്, കണ്ടോ, അകത്ത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു മെറ്റൽ എക്സ്പോസ് ചെയ്ത് അറ്റ്മോസ്ഫിയറിൽ എക്സ്പോസ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു ചില ഏരിയയിലും അത് എന്ത് ചെയ്യണം, ഓക്സൈഡ് ഫിലിംസ് കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അത് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നു. പക്ഷേ ചില ഏരിയയിൽ ക്രാക്ക് വീണിട്ട്, ഇവിടെ ക്രാക്ക് കാണിക്കുന്നില്ല, പക്ഷേ ക്രാക്ക് വീഴും. അപ്പോൾ ക്രാക്ക് വീഴുന്ന സമയത്ത് അതിങ്ങനെ ഡീപ്പറായി അപ്പോൾ ഇങ്ങനെ കുറേ കാലം കഴിയുന്നത് ഡീപ്പറായിട്ട് ചെറിയൊരു കർവ് പോലെ ഫോം ചെയ്തിട്ട് ആ ഒരു ക്രാക്കാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ഒരു ഫിഗർ റെപ്രസെൻറ്റേഷൻ. നമുക്ക് ഇതിൻ്റെ റിയാക്ഷൻ സൈഡ് നോക്കാം. നമ്മൾ പഠിച്ച പോലെ തന്നെ ആനോഡിൻ്റെ റിയാക്ഷൻ നമ്മൾ ആദ്യം പറയുന്നു. ആനോഡ് എന്ന് പറയുന്നത് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ആനോഡിൽ നടക്കുന്ന പ്രോസസ്സ് ഓക്സിഡേഷൻ ആണ്, അത്രയും നമുക്കറിയാം. ഇനി ഇവിടെ നമുക്ക് സിമ്പിളാണ്, നമ്മൾ അയേണിൻ്റെ എക്സാമ്പിളാണ്, കൊറോഷൻ ഓഫ് അയേൺ പറയുന്നതുകൊണ്ട് അയേണിൻ്റെ ഓക്സിഡേഷൻ റിയാക്ഷൻ ഇവിടെയും നമുക്ക് എഴുതി കൊടുക്കാം. Fe gives Fe2++ 2 ഇലക്ട്രോൺ. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട, അത് നമുക്ക് ഫെമിലിയർ ആണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഇനി കാഥോഡിലുള്ള റിയാക്ഷൻ നമ്മൾ പറയണം. കാഥോഡ് എന്ന് പറയുന്നത് കവർ ചെയ്തിട്ടില്ല, കവേർഡ് ഏരിയയാണ്. ആൻഡ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ് റിഡക്ഷൻ ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം, റിഡക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ആനോഡിൽ എന്തിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ട്, വാട്ടറിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ട്, ഈ ഡിസോൾഡ് ഓക്സിജൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് വരുന്ന ഇലക്ട്രോണ്, അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ആക്ച്വലി ഈ ക്രാക്കുള്ള ഈ ഭാഗത്ത് ഈ റിയാക്ഷൻ നടന്നിട്ട് Fe2+ഉം ഇലക്ട്രോണും ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഇലക്ട്രോൺ അങ്ങനെ ഫോം ചെയ്യുന്ന ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് പോവാണ്? ഈ ഇലക്ട്രോൺസ് കാഥോഡിനെ അപ്രോച്ച് ചെയ്യും. Fe2+ ഈ ഒരു ഭാഗത്ത് തന്നെ ഇവിടെ തന്നെ നോക്കും. അപ്പോൾ അവിടെയുള്ള ഇലക്ട്രോൺസും ഇവിടെ കാഥോഡിൽ ആരൊക്കെ കാഥോഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്? വാട്ടർ, അറ്റ്മോസ്ഫിയറിലെ ഹ്യൂമിഡിറ്റിയും ഓക്സിജനൊക്കെ കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. ആൻഡ് കാഥോഡിൻ്റെ റിയാക്ഷൻ എഴുതുമ്പോൾ 2H2O ഹ്യൂമിഡിറ്റി, ഓക്സിജൻ്റെ പ്രസൻസ് ഓക്സിജൻ പ്ലസ് ഇലക്ട്രോൺ 4 ഇലക്ട്രോൺ ആൻഡ് വി ഗെറ്റ് 4OH-. അപ്പോൾ ഇത് ബാലൻസിങ് ഓഫ് ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 4 ഒക്കെ കൺഫ്യൂസ് ആകുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എഴുതിയിട്ട് പിന്നെ ബാലൻസ് ചെയ്താലും മതി. അപ്പോൾ ഇതാണ് നമ്മൾ റിഡക്ഷൻ്റെ റിയാക്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, നമ്മുടെ നേരത്തെ പഠിച്ചതുപോലെ അല്ല, കുറച്ചുകൂടി ഫർദർ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഇനി Fe2+ അയോൺസ്, ആനോഡിലുള്ള Fe2+ അയോൺസ് ആൻഡ് OH- അയോൺസ് ഫോം ചെയ്യുന്നു. ഇവിടെ OH- അയോൺസും ഫോം ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് രണ്ടും ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ഇത് മൈഗ്രേറ്റ് ചെയ്യുന്നു നമുക്കറിയാം. അങ്ങനെ ഇത് മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ എത്തും. അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് ഇത് ഡിഫ്യൂസ് ചെയ്ത് എത്തി ഇത് തമ്മിൽ മീറ്റ് ചെയ്യും. ആരൊക്കെ മീറ്റ് ചെയ്യും?
ഇവിടെ ഉണ്ടാകുന്ന അയേണും ഇവിടെ ഉണ്ടാകുന്ന OH മൈനസും ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ എത്തിയിട്ട് ഇവിടുന്ന് മീറ്റ് ചെയ്യുന്ന സമയത്ത് ഫെറസ് ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. ആ ഒരു റിയാക്ഷൻ കൂടി നമ്മളിവിടെ പഠിക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു പേജിലത് പറയാം. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, കാഥോഡിൽ ഉണ്ടാവുന്ന OH മൈനസും Fe2 ആനോഡിൽ ഉണ്ടാകുന്ന Fe2+ ഡിഫ്യൂസ് ചെയ്ത് ഇവിടെ എത്തിയിട്ട് കമ്പൈൻ ചെയ്യും. അപ്പോൾ അത് കമ്പൈൻ ചെയ്യുന്ന റിയാക്ഷൻ ഞാനിവിടെ എഴുതാം. എന്തൊക്കെയാണ് കമ്പൈൻ ചെയ്യുന്നത്? Fe2+ OH മൈനസും കമ്പൈൻ ചെയ്തിട്ട് FeOH ട്വൈസ് ഉണ്ടാവും. FeOH ട്വൈസ് എന്ന് പറയുന്നത് ഫെറസ് ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. അപ്പോൾ അതൊരു പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ ഒരു റസ്റ്റ് തന്നെയാണ് നമുക്ക് പറയാം. അപ്പോൾ അതേപോലെ ഇവിടെ ഓക്സിജൻ്റെ പ്രസൻസ് നമ്മൾ പറയുന്നുണ്ട്, ഡിസോൾവ് ഓക്സിജൻ്റെ പ്രസൻസ് പറയുന്നുണ്ട്, ഹ്യൂമിഡിറ്റി എന്നൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഓക്സിജൻ, ഒരുപാട് ഓക്സിജൻ അവൈലബിൾ ആണെങ്കിൽ, ഇഫ് ദർ ഇസ് എ പ്രസൻസ് ഓഫ് ഇനഫ് ഓക്സിജൻ, ഒരുപാട് ഇനഫ് ഓക്സിജൻസിൻ്റെ പ്രസൻസ് അവിടെ പറയുന്നുണ്ടെങ്കിൽ ഫർദർ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും. ആൻഡ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ FeOH ട്വൈസ് കമ്പൈൻ ചെയ്യും. ആരുമായിട്ട്? ഓക്സിജനും ഇവിടെയുള്ള ഹ്യൂമിഡിറ്റിയും ഇതൊക്കെ ആയിട്ട് കമ്പൈൻ ചെയ്യും. കാരണം അതൊക്കെ അവിടെ മാക്സിമം ഉണ്ട്. അങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് FeOH ത്രൈസ് ഉണ്ടാവും. FeOH ത്രൈസ്. അപ്പോൾ ഇതെന്താണ്? ഇതിന് നമ്മൾ പറയുന്ന പേരാണ് യെല്ലോ റസ്റ്റ്. ഇത് റസ്റ്റാണ്. ഇതൊരു യെല്ലോ കളർ റസ്റ്റായിട്ട് മാറുന്നതാണ് യെല്ലോ റസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഹൈഡ്രസ് മാഗ്നറ്റൈറ്റ് Fe3O4 ഈസ് ഓൾസോ ഫോംഡ്. ഇവിടെ ഒരു കാര്യം കൂടി ഫോം ചെയ്യുന്നുണ്ട്. അത് റിയാക്ഷൻ ഒന്നും പറയുന്നില്ല. Fe3O4 കാരണം ഇതിങ്ങനെ ഓക്സിജൻ ഉള്ളത് കൊണ്ട് ഫർദർ റിയാക്ട് ചെയ്ത് ഇങ്ങനെ ഫോം ചെയ്യും. അപ്പോൾ പിന്നെ ഉണ്ടാവുന്നതാണ് അൺഹൈഡ്രസ് മാഗ്നറ്റൈറ്റ്. ഇതൊക്കെ അവിടെ ഉണ്ടാവുന്ന എന്താണ്, കൊറോഷൻ ലീഡ് ചെയ്ത് പ്രൊസീഡ് ചെയ്ത് ഉണ്ടാവുന്ന പ്രൊഡക്റ്റുകളാണ്. അൺഹൈഡ്രസ് മാഗ്നറ്റൈറ്റ് ഉണ്ടാവും Fe3O4. അത് മിക്സ്ചർ ഓഫ് FeO ആൻഡ് Fe2O3 ആണ്. ഇതെന്ന് പറയുന്നത് FeOയുടെയും Fe2O3യുടെയും മിക്സ്ചറാണ് Fe3O4 എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ കളർ, ഇതൊരു ബ്രൗൺ ബ്ലാക്ക് കളറിലാണ് ഉണ്ടാവുക. ഒരു ബ്രൗൺ ബ്ലാക്ക് കളറിലാണ് ഈ റസ്റ്റ് ഉണ്ടാവുക. അതായത് ഫർദർ റിയാക്ട് ചെയ്തിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ റസ്റ്റ് ഫോം ചെയ്യുന്ന എവിടെയാണ്? ഏതാണ്ട് ഈ ഒരു ഭാഗത്താണ് റസ്റ്റ് ഫോം ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് റസ്റ്റ് ഫോം ചെയ്യുക കണ്ട്, ഈ ഒരു ഭാഗത്ത് ഇത് റസ്റ്റായിട്ട് ഫോം ചെയ്യും. അതിപ്പോൾ ഇങ്ങനെ മാറി വരും. ആദ്യം FeOH ട്വൈസ് ആയിരിക്കും, പിന്നെയും ഓക്സിജൻ്റെ പ്രസൻസ് ഉണ്ടാകുമ്പോൾ FeOH ത്രൈസ് ആവും. എഗെയിൻ അത് റിയാക്ട് ചെയ്തിട്ട് Fe3O4 ആവും. കാരണം അതിങ്ങനെ ഗ്രാജുവലി നടക്കുന്ന പ്രോസസ്സാണല്ലോ. അപ്പോൾ അവിടെ എന്തുണ്ടായി നമുക്ക് മനസ്സിലായി? റസ്റ്റ് ഉണ്ടായി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. റസ്റ്റ് ഉണ്ടായി അല്ലേ? അത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്, റസ്റ്റ് ഉണ്ടാവുന്നത് വരെയുള്ള റിയാക്ഷൻസ്. സോ അപ്പോൾ നമ്മൾ ഒരു കാര്യം ഇവിടെ പറയേണ്ടത്, കൊറോഷൻ നടക്കുന്നത് ആനോഡിലാണ്, അതായത് ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിലാണ്. പക്ഷേ കൊറോഷൻ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത് എവിടെയാണ്? കാഥോഡിൻ്റെ അടുത്താണ്, നിയർ കാഥോഡിൻ്റെ അടുത്താണ് കൊറോഷൻ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. അതാണ് ഇവിടെയുള്ളൊരു സ്പെഷ്യാലിറ്റി. കൊറോഷൻ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത് നിയർ കാഥോഡ് ഏരിയയിലാണ് കൊറോഷൻ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഈ കൊറോഷൻ നടക്കുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റിൻ്റെ ഉണ്ടാവുന്നത് കൊറോഷൻ നടക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടാവണം എന്നില്ല, മാറി എവിടെ വേണമെങ്കിലും ഇത് ഉണ്ടാവാം. അതാണ് ഇവിടെ ആലോചിക്കേണ്ട പോയിന്റ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ കാഥോഡിൻ്റെ ഒരു ഏരിയയിൽ, അതായത് ഈ ഒരു ഓക്സൈഡ് ഫിലിംസിൻ്റെ ഒക്കെ ഏരിയയിലാണ് ഇത് വരുന്നത്, ഇവിടെയല്ല ഫോം ചെയ്യുന്നത് അല്ലേ? ഇവിടെ ഫോം ചെയ്യുന്നില്ല, ഇവിടെയാണ് ഫോം ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പിഡ് ഡിഫ്യൂഷൻ ഓഫ് Fe2+ ആണ്. Fe2+ൻ്റെ മൈഗ്രേഷൻ അത്രയും സ്പീഡിലാണ് നടക്കുന്നത്. കാരണം അത് ഫോം ചെയ്യുന്ന ആനോടാണെങ്കിലും അതിൻ്റെ ഡിഫ്യൂഷൻ കൂടുതലായതുകൊണ്ട് അത് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. OH- കമ്പയർ ചെയ്യുമ്പോൾ മൈഗ്രേഷൻ കൂടുതലാണ് Fe2+ന്. അതുകൊണ്ട് തന്നെ കൊറോഷൻ ഒക്കേഴ്സ് അറ്റ് ആനോഡ് ബട്ട് റസ്റ്റ് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ബിറ്റ്വീൻ ആനോഡ് ആൻഡ് കാഥോഡ് എന്ന് നമുക്കിതിൻ്റെ കേസിൽ പറയാം. അല്ല, ആനോഡിനും കാഥോഡിൻ്റെ ഇടയിൽ റസ്റ്റ് ഉണ്ടാവുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ നേരത്തെ ആണെങ്കിൽ ആനോഡിലായിരുന്നു ഓക്സിഡേഷൻ നടന്നത്. ഇവിടെ അങ്ങനെയല്ല, ഈ ഒരു പ്ലേസിലാണ് നടക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇൻ കേസ് ഓഫ്, ഇതും കാഥോഡാണ്. അപ്പോൾ ഇൻ കേസ് ഓഫ് മെക്കാനിസം ഇൻ ന്യൂട്രൽ ഓർ ആൽക്കലൈൻ മീഡിയം. അപ്പോൾ ഇതാണ് ആനോഡ് ബൈ ക്രാക്ക് കൊണ്ട് ഉണ്ടാവുന്നു. അപ്പോൾ ഇത്രയും റിയാക്ഷൻസ് ആലോചിക്കുക. ആദ്യം ഓക്സിഡേഷൻ, റിഡക്ഷൻ്റെ റിയാക്ഷൻ, പിന്നെ നമുക്ക് ഈ ഒരു Feയുടെയും OHൻ്റെയും കോമ്പിനേഷൻ റിയാക്ഷൻ,
ഫർദർ ഓക്സിജൻ അവൈലബിൾ ആണെങ്കിലുള്ള റിയാക്ഷൻ. ഈ 4 റിയാക്ഷൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ആൻഡ് ഫർദർ ഇത് Fe3O4 ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് മെൻഷൻ ചെയ്ത് വെക്കുക.